വെൽക്കം ബാക്ക് ടു റീഇൻകാർണേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2013 മോഡൽ സ്വിഫ്റ്റ് ഡീസലിൻ്റെ എഞ്ചിനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ എഞ്ചിൻ കോമൺ ആയിട്ട് ഒരുപാട് വണ്ടികൾ വരുന്നൊരു എഞ്ചിനാണ്. അപ്പം ഇതിൻ്റെ മേജർ സർവീസ്, അതായത് ഒരു 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ മേജർ സർവീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം പാർട്സും കാര്യങ്ങളെല്ലാം ഒറിജിനൽ പാർട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. മാരുതിയുടെ ജെന്യൂൻ പാർട്സ് അതർ മേക്കിനേക്കാൾ റേറ്റ് കുറവാണ്. അത് മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ എഞ്ചിൻ പാർട്സ് എപ്പോഴും ഏത് വണ്ടിക്ക് നമ്മൾ ചെയ്താലും ഒറിജിനൽ മാത്രമേ ഇട്ട് നമ്മളിവിടെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാ 30,000 കിലോമീറ്ററിലും ഇതിൻ്റെ EGR അഴിച്ച് തന്നെ, മാനുവലി അഴിച്ച് തന്നെ ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഡീസൽ വണ്ടിയാണ്, നമുക്ക് മൈലേജും പെർഫോമൻസും കാര്യങ്ങളും എല്ലാം, ഇതൊക്കെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത എഞ്ചിനും കാര്യങ്ങളാണ്. അപ്പോൾ ഇതെപ്പോഴും ഒരു 30,000 കിലോമീറ്ററിലൊക്കെ നിങ്ങളിത് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്തും പിക്കപ്പും കാര്യങ്ങളും എല്ലാം പക്കയായിരിക്കും. ഈ എഞ്ചിൻ, ഇതേ സെയിം എഞ്ചിൻ തന്നെ 1.3 ലിറ്റർ മൾട്ടിജെറ്റ് കോട്രാജെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പല വണ്ടികളിലും വരുന്നുണ്ട് ഇതേ സെയിം എഞ്ചിൻ. അപ്പോൾ ഏത് വണ്ടിയുടെ എഞ്ചിൻ, ഇപ്പോൾ ഇവിടെ നോക്കാനാണെങ്കിൽ നമുക്ക് ഓക്സാൻ്റെ പോളോയുടെ എഞ്ചിനുണ്ട്. പോളോ 1.6 പെട്രോളിൻ്റെ, ഇത് 1.2 DSG GTയുടെ എഞ്ചിനുണ്ട്, പിന്നെ ഫോർച്യൂണറിൻ്റെ എഞ്ചിൻ. ഇതെല്ലാം നമ്മൾ അഴിച്ച് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി തിരിച്ച് ഇതേപോലെ ആക്കാനാണ്. ഇതിൻ്റെ വന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ഫുള്ള് കരിയും കാര്യങ്ങളും ഓയിൽ ലീക്കൊക്കെ ആയിട്ട് വന്നൊരു എഞ്ചിനാണ്. ഇതിപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് അഴിച്ച് ഇതിനൊരു ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അത്യാവശ്യം ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇത് ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇതിന് അത്യാവശ്യം ടൈമും കാര്യങ്ങളും എടുക്കും. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഇവിടെ ഇത്രയും എഞ്ചിൻ അഴിച്ചിട്ടേക്കുന്നത് എന്താണ്, ഇത്രയും സമയം എടുക്കുന്നത് എന്താണെന്ന് ചോദിക്കും. കാര്യം ഇതാണ്, ഇതിനകത്തിപ്പോൾ നമ്മളൊരു സിംഗിൾ, ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണോ അതേ കണ്ടീഷനിലാണ് ഇതിപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ഇപ്പോൾ മേജർ സർവീസോ വലിയ കുറവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. മേജറായിട്ടുള്ള അതായത് മേജർ സർവീസിൽ മാറേണ്ട ജെന്യുവൻ ആയിട്ടുള്ള പാർട്സ് ഇട്ട് മാത്രമേ നമ്മൾ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ, എന്ത് വർക്ക്, മെക്കാനിക്കൽ ഡെൻറ്റിങ് പരമായിട്ട് എന്ത് വർക്കിനും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.